സാധാരണ ഒരു സെലിബ്രിറ്റി ആണെങ്കിൽ ട്വിറ്ററിൽ ഒന്ന് തരംഗമാകാൻ വേണ്ടി ശ്രമിക്കും. പക്ഷേ ട്വിറ്ററിൽ അക്കൗണ്ട് ഇല്ല. അദ്ദേഹം ഒരു ദിവസവും 2 ദിവസവും ഒക്കെ തരംഗമായിരുന്നു. നമ്മുടെ സ്വന്തം സുരാജ് ചേട്ടൻ. എല്ലാവർക്കും നമസ്കാരം. സിനിമയുടെ എക്സ്പീരിയൻസിനെ കുറിച്ച് ഓരോരുത്തരായിട്ട് പറയുകയാണ്. അതിൽ എല്ലാം ഉണ്ട് ഈ പടത്തിലുള്ള സംഭവം. എൻ്റെ ആദ്യത്തെ തമിഴ് സിനിമയാണ്. ഒരു അന്യഭാഷ സിനിമയിൽ അഭിനയിച്ചതിലപ്പുറം വളരെ വൈകാരികമായിട്ടുള്ളൊരു ബന്ധം എനിക്ക് വീരാധീരാശൂരൻ എന്ന ഈ സിനിമയോടുണ്ട്. കാരണം അത്രയും വലിയ ഒരു സപ്പോർട്ടും നല്ലൊരു വെൽക്കമിങ് ഒക്കെ ആയിരുന്നു എനിക്ക് ആ സിനിമയിൽ കിട്ടിയത്. അതിന് എല്ലാത്തിനും കാരണക്കാരാണ് ഈ ഇരിക്കുന്നത് ഓരോരുത്തരും. അരുൺകുമാർ സാർ, വിക്രം സാർ, SJ സൂര്യ സാർ, തുഷാര മാം, എല്ലാവരും, പ്രത്യേകിച്ച് ഇതിൻ്റെ പ്രൊഡ്യൂസർ HR ഫിലിംസ്, എൻ്റെ പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. പിന്നെ അതിൻ്റെ എക്സ്പീരിയൻസിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടല്ലോ, ഇനി ചോദിച്ചാൽ മതി. தமிழ் இன்டர்வியூவில் பயங்கரமாக பேசி அதெல்லாம் ஃபுல் வைரல் ஆகி உங்களுக்கே வந்திருக்கும்னு நினைக்கிற நியூஸு. இப்போ தமிழ்நாட்டில் சுராஜ் சார்னா பயங்கர ஃபேமஸ். படம் வர்றதுக்கு முன்னாடியே இவருடைய அது என்ன சொல்லுது, அந்த இன்டர்வியூவில் ஷோமேன் ஆகிட்டார் கம்ப்ளீட்டாக. நாங்கள்லாம் அமைதியாகி இவரை பேசட்டும். இப்போ கேரளாவில் நான் வரும்போது பார்த்தேன், கேரளா வந்தால் இவர் என்ன பேச போகிறா நான் பார்க்கணுன்னு பார்த்தா எதுவுமே பேசாமல் உட்காந்துருக்கேன். பேசுங்க நல்லா. അല്ല, അതിൻ്റെ ആ കഷ്ടപ്പാട് പറഞ്ഞല്ലോ, ഒരു 16 മിനിറ്റിൻ്റെ കഥ. ശരിക്കും എനിക്ക് മലയാളം പോലും നേരെ ചൊവ്വേ സംസാരിക്കാൻ അറിയില്ല. എന്നെ ഫസ്റ്റ് ഡേ തമിഴിൽ കൊണ്ടുപോയിട്ട് തന്നതാണ് സിംഗിൾ ഷോട്ട്, ഒരു കുത്ത് ഡയലോഗ്. ഞാൻ ചോദിച്ചു, സിനിമ ഫുള്ളേ ഉണ്ടല്ലോ, ഇനിയിപ്പോൾ ഞാൻ സാർ ഇത് എൻ്റെ ഫുള്ള സിനിമയാണോ? ഇല്ല, സാറിൻ്റെ ഡയലോഗ് മാത്രമാണ് എന്ന് പറഞ്ഞിട്ട് കറക്റ്റ് ഇതെല്ലാം പഠിച്ച്, അത് എനിക്ക് മാത്രമേ അറിയൂ ആ കഷ്ടപ്പാട്. എന്തായാലും അതിന് ഗ്രേറ്റ് സപ്പോർട്ടായിരുന്നു എല്ലാവരും. സാറായാലും അതിന് ഈ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് അരുൺ സാറിനാണ്. എപ്പോഴും എന്നോട് തമിഴിൽ സംസാരിച്ചുകൊണ്ടിരിക്കും. പിന്നെ എൻ്റെ ബിഗ് ഫാനാണ്. സോറി, ഞാൻ ഇദ്ദേഹത്തിൻ്റെ ബിഗ് ഫാനാണ്. രണ്ടായിരുന്നാലും പറയല്ലേ സാർ? താങ്ക് യു. അല്ല, താങ്ക് ടെസ്റ്റൊക്കെ വരാണ്. അപ്പോൾ അദ്ദേഹത്തിന് എത്രയോ പടങ്ങൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ തമിഴ് പടങ്ങൾ കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം. അത്രയും ഒരു വലിയ ആക്ടറോടൊപ്പം ഷെയർ ചെയ്യാൻ പറ്റിയതിൽ. അതുപോലെ വിക്രം സാർ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, മലയാളികളുടെ ഒരു സ്വത്താണ്. അദ്ദേഹത്തിൻ്റെ ഓരോ വളർച്ചയിലും നമ്മൾ മലയാളികൾ ഓരോരുത്തരും അഭിമാനിക്കുന്നുണ്ട്. ഇപ്പോൾ അന്യൻ എന്ന ആ ഒറ്റ ചിത്രം കൊണ്ട് ഇന്ത്യയിലുള്ള എല്ലാ പ്രേക്ഷകരുടെയും മനസ്സ് പിടിച്ചു പറ്റിയ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു. എല്ലാത്തിനും താങ്ക്സ് ഗോഡ്. சொன்ன மாதிரி இன்னொரு விஷயம் நான் சொல்ல மறந்துட்டேன். இவர் ஒரு நாள் இவரோட நான் ஃப்ளைட்டில் வந்துட்டு இருந்தேன். ஐ திங்க் அது தமிழ்லேயும் அந்த இன்டர்வியூவில் சொன்னேன், தெலுங்குலேயும் சொன்னேன். அது சொல்ல மறந்துட்டேன். சாரோட ஃப்ளைட்டில் வந்தேன். பாம்பேலேருந்து சென்னைக்கு வரும்போது பக்கத்தில் உட்காந்து ட்ராவல் பண்ணுற ஒரு ஆப்பர்ச்சுனிட்டி கிடச்சிது. அப்போ நான் சார்கிட்ட சொன்னேன், சார் படங்கள் எல்லாம் பார்த்துருக்கோம் இல்லையா. அப்போ தெய்வ திருமகள்னு ஒரு படம் வந்து ஸ்பெஷலாக அப்போது வந்திருந்தது. ஸோ நான் லாஸ்ட்டாக பார்க்கும்போது, சார் எப்படி சார் அந்த படத்தை இப்படி பண்ணீங்க, அப்படின்னு சொல்லி கேட்ட ஃபியூ செகண்ட்ஸில் அவர் அப்படியே மாறினார். ஃப்ளைட்டில் அவர் கேட்டு ஒரு ஃபியூ செகண்ட்ஸில் அப்படியே மாறி அந்த கேரக்டராக மாறி டக்குன்னு நான் படத்தில் பார்த்து ரசிச்சிருக்கிறேன். இவருடைய எல்லா பர்ஃபார்மன்ஸு சின்ஸ் காசிக்கு போக அந்த படத்துலேருந்து இது வரைக்கும் நான் எல்லாமே ரசிச்சிருக்கிறேன். காசி அதுலேருந்து எல்லாமே ரசிச்சிருக்கேன். ஆனால் கண்ணுக்கு முன்னாடி இப்படி ஒரு மேஜிக் அவர் பண்ணி காட்டும் போதெல்லாம் வா, அதை விட்னஸ் பண்ணுறதுக்கே இல்லை. வாட் அ கிரேட் ஆக்டர் சார்ன்றத படம் பார்த்து எத்தனை பேர் அதை ரசித்ததுக்கெல்லாம் மேலே நாம் ரசிக்கக்கூடிய ஒரு விஷயம், ஒரு ஆப்பர்ச்சுனிட்டி. கிரேட் സ്റ്റാർ ആക്ടർ. പിന്നെ ഇതില് തരാം. അല്ല, ഈ സിനിമയുടെ ഒട്ടുമിക്ക വിശേഷങ്ങൾ നമ്മൾ ഓരോരുത്തരായിട്ട് പറഞ്ഞു കഴിഞ്ഞു. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, ഈ സിനിമ തിയേറ്ററിൽ കാണാൻ വരുന്നവരോട്, വീരാധീരാശൂരൻ കാണാൻ വരുമ്പോൾ മുമ്പായിട്ട് തിയേറ്ററിൽ വരണം. എന്തെന്നാൽ സാധാരണ സിനിമ പോലെയല്ല. സാധാരണ പടങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്, അതിലെല്ലാം ചിലപ്പോൾ ആദ്യം ഹീറോയെ ഇൻട്രോഡ്യൂസ് ചെയ്യും, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയം അവതരിപ്പിച്ചിട്ട് പിന്നെ ക്യാരക്ടറൊക്കെ പരിചയപ്പെട്ടതിന് ശേഷമാണ് കഥയിലൊക്കെ നമ്മൾ ഹുക്കാകുന്നത്. ഇത്
ഫസ്റ്റ് ഷോട്ടിലിരുന്നാണ് ഫസ്റ്റ് ഷോട്ടിൽ തന്നെ നമുക്ക് ആ സ്റ്റോറിയിലേക്ക് നമ്മൾ കയറും. അതുകൊണ്ട് ഡോണ്ട് മിസ് ഫസ്റ്റ് ഷോട്ട്. കാരണം ആദ്യത്തെ ഷോട്ടിൽ ഞാനുണ്ട്. അപ്പോൾ അല്ല, ഇത് സെക്കൻഡ് ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഷോട്ടിൽ നിന്നാണ് കഥ തുടങ്ങുന്നത്. ഇതിൻ്റെ രണ്ടാം അല്ലേ സാർ? LP സാർ. അപ്പോൾ സത്യമായിട്ട് പറയുന്നതാണ്, മറ്റേ ഇത് തുടങ്ങുന്നതിന് മുമ്പ് വരണം. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. ഇത് തിയേറ്ററിലിരുന്ന് നിങ്ങൾ കേട്ടതിന് ശേഷം മാത്രമേ. ഓക്കെ, താങ്ക് യു. ഇല്ല ഇപ്പോൾ അതൊരു വെറൈറ്റിയാണ്. ഇദ്ദേഹത്തിൻ്റെ സ്മോക്കിംഗ് കാർഡില്ല. കറക്റ്റ്. ഈ സിത്ത പടം കണ്ടതിന് ശേഷം